നമസ്കാരം, ഞാൻ ഡോക്ടർ സാബിർ MC, കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റാണ്. ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ശ്വാസകോശ അർബുദ രോഗത്തെക്കുറിച്ചാണ്. എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ, എന്തെല്ലാം ചികിത്സാ രീതികളാണ് ഇതിൻ്റെ പരിഹാരമായിട്ടുള്ളത്, എങ്ങനെ ഇത് തടയാം? ശ്വാസകോശ അർബുദ രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ വിട്ടുമാറാത്ത ചുമ, കഫത്തിൽ രക്തത്തിൻ്റെ അംശം കാണുക, ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക, അല്ലെങ്കിൽ നെഞ്ചിന് വേദന അനുഭവപ്പെടുക. ഇതൊക്കെ പലപ്പോഴും അർബുദ രോഗത്തിൻ്റെ ലക്ഷണങ്ങളായേക്കാം. പ്രധാനമായിട്ടും 50 വയസ്സിന് മുകളിലുള്ള പുകവലിക്കാരിലാണ് ഈ അർബുദ രോഗം കാണപ്പെടാറുള്ളത്. ഇത്തരം രോഗികൾ പലപ്പോഴും വിശപ്പില്ലായ്മ, ശരീരഭാരക്കുറവ്, ചുമ മാറാതെ മുന്നോട്ട് പോവുക, കഫത്തിൽ ബ്ലഡിൻ്റെ അംശം കാണുക, ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ടും കാണാറുണ്ട്. ഇത്തരം രോഗികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഒരു ചെസ്റ്റിൻ്റെ എക്സ്റേ എടുത്ത് നോക്കേണ്ടത് ആവശ്യമാണ്. എക്സ്റേയിൽ പലപ്പോഴും അർബുദ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ CT സ്കാൻ വഴിയോ അല്ലെങ്കിൽ ശ്വാസകോശത്തിൻ്റെ ഉൾഭാഗം പരിശോധിക്കുന്ന ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള പരിശോധന വഴിയോ നമുക്ക് അർബുദത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടെത്താനും ശ്വാസകോശത്തിൽ നിന്ന് അതിൻ്റെ സാമ്പിളുകൾ എടുത്തിട്ട് ടെസ്റ്റിന് വിടാനും നമുക്ക് സാധിക്കും. ഇത്തരം ടെസ്റ്റുകൾ വഴിയാണ് നമ്മൾ അർബുദം കണ്ടെത്തുകയും അതിൻ്റെ ചികിത്സ നിർദ്ദേശിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നത്. ഈ ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചെറിയ സെഡേഷൻ്റെ മയക്കം കൊടുത്തതിന് ശേഷം നമ്മൾ വായ വഴിയോ അല്ലെങ്കിൽ മൂക്ക് വഴിയോ ശ്വാസകോശത്തിൻ്റെ ഉൾഭാഗത്തിലേക്ക് പോയിട്ട് ശ്വാസനാളികൾക്ക് ഉള്ളിൽ പോയി അതിന് അകത്ത് അർബുദത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ബയോപ്സി എടുക്കുകയും അത് ടെസ്റ്റിന് വിടുകയും ചെയ്തുകൊണ്ട് നമുക്ക് അസുഖങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയും അതിൻ്റെ ഏർലി സ്റ്റേജിൽ തന്നെ അതിനെ ചികിത്സ നിർദ്ദേശിക്കാനും സാധിക്കുന്നതാണ്. ശ്വാസകോശ അർബുദം നേരത്തെ തന്നെ കണ്ടെത്തുകയാണെങ്കിൽ കൃത്യമായ സർജറി മുഖേനയൊക്കെ നമുക്ക് പരിപൂർണമായിട്ട് അതിനെ ഭേദമാക്കാൻ സാധിക്കും. അല്ലാത്ത രോഗികൾക്ക് റേഡിയേഷൻ ചികിത്സ, കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, അതുപോലെ ടാർഗറ്റഡ് കീമോതെറാപ്പി, അതായത് കൃത്യമായ ടാർഗറ്റുകൾ വഴി മാത്രം കൊടുക്കുന്ന ടാബ്ലറ്റ് രൂപത്തിലുള്ള കീമോതെറാപ്പി, പാർശ്വഫലങ്ങൾ അധികം കാണാത്ത മരുന്നുകളാണ് അത്. അത്തരം മരുന്നുകൾ അതൊക്കെ ഇന്ന് ലഭ്യമാണ്. അങ്ങനെ വിവിധ ചികിത്സാ രീതികൾ ഇന്ന് ശ്വാസകോശ അർബുദത്തിന് അവൈലബിൾ ആണ്. ഇത് നേരത്തെ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും പുകവലിക്കാർ ഒരുപാട് നാൾ പുകവലിക്കുന്ന രോഗികളിലൊക്കെ നമ്മൾ എന്തെങ്കിലും ടെസ്റ്റുകൾ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ശ്വാസകോശ രോഗവിദഗ്ധനെ കാണിച്ച് അതിൻ്റെ ബ്രോങ്കോസ്കോപ്പിയോ അത്തരം ടെസ്റ്റുകളൊക്കെ വഴി നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാവുന്നതാണ്. അല്ലാതെ ജനിതകരമായിട്ട് ചിലപ്പം വീട്ടിൽ തന്നെ ക്യാൻസർ, ശ്വാസകോശ അർബുദ രോഗികളുള്ള ആൾക്കാരിലൊക്കെ ഇത്തരം ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ മാത്രം നമ്മൾ ടെസ്റ്റുകളിലേക്കൊക്കെ പോകേണ്ടതായിട്ട് വരാറുണ്ട്. യൂഷ്വലി നമ്മൾ എല്ലാ രോഗികളിലും നമ്മൾ ഇത്തരം ടെസ്റ്റുകളിലേക്ക് പോകേണ്ട ആവശ്യം ഇല്ല. ശ്വാസകോശ അർബുദം തടയാൻ നമ്മൾ ചെയ്യേണ്ടത് പുകവലി പാടെ ഉപേക്ഷിക്കുക. അത് പാസീവ് സ്മോക്കിംഗ് ആണെങ്കിലും ആക്റ്റീവ് സ്മോക്കിംഗ് ആണെങ്കിലും പുകവലിക്കാരുമായിട്ടുള്ള സമ്പർക്കവും പുകവലിയും പാടെ ഉപേക്ഷിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലപ്പോൾ പുകവലി ഇല്ലാത്തവരിലും ചിലപ്പം കണ്ടേക്കാം എല്ലാ അർബുദവും ചിലപ്പോൾ നമുക്ക് തടയാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ പുകവലി നമുക്ക് തടയാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗ്ഗമാണ്. അത് പല രീതിയിൽ, ചിലപ്പം മരുന്നുകൾ വഴിയോ അല്ലെങ്കിൽ നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി വഴിയോ ഒക്കെ തന്നെ നമുക്ക് പുകവലി നിർത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് പാസീവ് സ്മോക്കിംഗ് ആണെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും പുകവലിക്കാരുമായിട്ടുള്ള സമ്പർക്കമൊക്കെ നമുക്ക് ഇതിന് കാരണമാവാൻ സാധ്യതയുണ്ട്. പിന്നെ അന്തരീക്ഷ മലിനീകരണങ്ങൾ ഒക്കെ നമുക്ക് അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണെങ്കിലും അർബുദ രോഗത്തിലേക്കുള്ള സാധ്യതകളാണെങ്കിലും വർദ്ധിപ്പിക്കുന്നുണ്ട്. അതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ടെസ്റ്റുകൾ വഴി നമ്മൾ ആ അസുഖം കണ്ടെത്തുക, അതിൻ്റെ ഏർലി സ്റ്റേജിൽ തന്നെ അതിൻ്റെ ചികിത്സ നടപ്പാക്കി കഴിഞ്ഞാൽ അത് പരിപൂർണമായിട്ട് നമുക്ക് ഭേദമാക്കാൻ സാധിക്കും.